നമസ്കാരം. നമുക്ക് അടുത്ത ആഴ്ചയിലെ മാർക്കറ്റ് ഔട്ട്ലുക്കിലേക്ക് കടക്കാം. പ്രധാന ഗ്ലോബൽ ഈവൻറ്റുകളും സ്റ്റോക്ക് ന്യൂസുകളും എല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയിലെ ലോയിൽ നിന്ന് ഏകദേശം ഒരു 250 പോയിൻറ്റ് റാലി രേഖപ്പെടുത്തി 24,850 അടുത്താണ് ഇപ്പോൾ നിഫ്റ്റിയുടെ നിൽപ്പ്. 24,000 ഒരു സപ്പോർട്ട് സോണായിട്ട് വളരെ സ്ട്രോങ് ആയ ഒരു സപ്പോർട്ട് സോണായിട്ട് നിലനിന്നു. അതിനുശേഷം 24,500 നിന്നു. ഇപ്പോൾ നിൽക്കുന്നത് 25,000 തൊട്ട് അരികെയാണ്. നമ്മുടെ മാർക്കറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തതിന് ശേഷം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. യുഎസിൽ നിന്ന് റേറ്റ് കട്ട് ചെയ്യാനായിട്ടുള്ള സമയമായി എന്ന് ജെറോം പൗൽ വളരെ ക്ലാരിറ്റി ആയിട്ട് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇത് യുഎസ് മാർക്കറ്റിന് വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു സെൻറ്റിമെൻറ്റ്സ് നൽകി. യുഎസ് മാർക്കറ്റ് പോസിറ്റീവായ രീതിയിൽ ക്ലോസ് നടത്തി. കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ആയിട്ടുള്ള യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവായിട്ടുള്ള സെൻറ്റിമെൻറ്റ്സ് നടത്തി. നിഫ്റ്റി ഓൾറെഡി നിൽക്കുന്നത് ഇപ്പോൾ 100 പോയിൻറ്റ് അപ്പിലാണ്. ഇനിയിപ്പോൾ RBIയും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമുക്ക് റേറ്റ് കട്ട് അൺചേഞ്ച് ആയിട്ടാണ് നിലനിന്നത്. അപ്പോൾ RBIയും ഈ ഒരു യുഎസിലെ സെൻട്രൽ ബാങ്ക് റേറ്റ് കട്ട് ഉണ്ടാകുന്നത് നമ്മളുടെയും ഇൻട്രസ്റ്റ് കുറയ്ക്കാനായിട്ടുള്ള ഒരു വഴി തുറക്കും എന്നുള്ളതാണ് പ്രതീക്ഷ. കൂടാതെ തന്നെ ഒരുപാട് സംഭവ വികാസങ്ങൾ നടന്നു. കഴിഞ്ഞ ആഴ്ചയിൽ റിലയൻസ് ക്യാപിറ്റൽ ഇൻസോളൻസി, അതുകൊണ്ട് തന്നെ അനിൽ അംബാനിനെ വിലക്കി. കൂടാതെ തന്നെ വളരെ സുപ്രധാനമായിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നത് ഈ ഒരു റഷ്യയിൽ നിന്ന് ഈ യുഎസിൻ്റെ ആ ഒരു അതൃപ്തി മറികടന്ന് നമ്മൾ ക്രൂഡ് വളരെ വലിയ തോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. അതേ ഇന്ത്യ തന്നെ ഉക്രൈനിൽ റഷ്യയുടെ എതിർപ്പ് അല്ലെങ്കിൽ അവരുടെ അതൃപ്തി മറന്ന് നമ്മുടെ PM മോഡി ഉക്രൈൻ സന്ദർശനം നടത്തി. അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് വലിയൊരു വിജയമാണ് ഇരു രാജ്യങ്ങളായിട്ട്, അതായത് റഷ്യയുമായിട്ടും ഇപ്പോൾ ഉക്രൈനായിട്ടും നല്ലൊരു നയതന്ത്ര ബന്ധം നിലനിർത്താനായിട്ടൊക്കെ പറ്റി. അത് കഴിഞ്ഞ ആഴ്ച സംഭവിച്ചിട്ടുള്ളതാണ്. ഇനി ഈ ആഴ്ചയിൽ ഒരുപാട് ഗ്ലോബൽ ഈവൻറ്റുകളുണ്ട്. നമുക്ക് ആദ്യം ഗ്ലോബൽ ഈവൻ്റ് ഒന്ന് നോക്കാം. യുഎസിൽ നിന്ന് കൺസ്യൂമർ കോൺഫിഡൻസ് ഓഗസ്റ്റ് 27-ാം തീയതി, ഓഗസ്റ്റ് 29-ാം തീയതി യുഎസിൽ നിന്ന് GDP, ഓഗസ്റ്റ് 30 ഫെഡ് ബാലൻസ് ഷീറ്റ്. ഇനി യൂറോസോണിൻ്റെ യൂറോ ഗ്രൂപ്പ് മീറ്റിംഗ് ഓഗസ്റ്റ് 28, യൂറോ ഗ്രൂപ്പിൻ്റെ CPI ഇൻഫ്ലേഷൻ ഓഗസ്റ്റ് 30, ജർമ്മനിയുടെ ബിസിനസ് എക്സ്പെക്റ്റേഷൻ ഓഗസ്റ്റ് 26 1:30 PM, ജർമ്മനി GDP 11:30 AM, ഓഗസ്റ്റ് 27, ജർമ്മൻ ഇൻഫ്ലേഷൻ 15:30 PM, ഓഗസ്റ്റ് 29, UK തിങ്കളാഴ്ച ഹോളിഡേ ആണ്. ഇന്ത്യയിലെ GDP 5:30 PM എന്നാണ് ഓഗസ്റ്റ് 30-ാം തീയതി. അപ്പോൾ എല്ലാ പ്രധാന ഗ്ലോബൽ ഈവൻറ്റും കൂടാതെ തന്നെ അതിൻ്റെ സമയവും ഇന്ത്യൻ സമയവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്, നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്, നിങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്നലെയായിട്ട് നമ്മുടെ കൊച്ചി ഓഫീസിൽ ബേസിക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെയും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെയും ഓഫ്ലൈൻ ക്ലാസ് നടന്നു. ഇതേ ക്ലാസ്സുകൾ വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനായിട്ടും ജോയിൻ ചെയ്യാം. ഫസ്റ്റ് കമൻറ്റിൽ നമ്മൾ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കോഴ്സിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഫീസും കാര്യങ്ങളെല്ലാം തന്നെ എടുക്കാനായിട്ട് സാധിക്കും. നിഫ്റ്റിയിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ചയിലെ ഓപ്പണിംഗ് കാണാം. 24,550 ലോ കാണാം. അതിനുശേഷം 300 പോയിൻറ്റ് ഉയർന്ന് 24,831 നിഫ്റ്റി നിൽക്കുന്നത്. അതായത് വീക്കിലി അടിസ്ഥാനത്തിൽ നിഫ്റ്റി ഉയരുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. FISൻ്റെ DISൻ്റെ ആക്ടിവിറ്റീസ് നോക്കുമ്പോൾ FIS കഴിഞ്ഞ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ സെല്ലിംഗ് ആയിരുന്നു. എന്നാൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കാണാം 1,300 ഏകദേശം 1,900 കോടി രൂപയുടെയും ബൈങ് നടത്തി ഓൾമോസ്റ്റ് ന്യൂട്രലായിരുന്നു അവരുടെ ആക്ടിവിറ്റീസ്. എന്നാൽ DIS എല്ലാ ദിവസവും ബൈ നടത്തി. തിങ്കൾ മുതൽ വെള്ളി വരെ ബൈ നടത്തി 13,000 കോടി രൂപക്ക് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ബൈ നടത്തി മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വലിയൊരു കാര്യം. കൂടാതെ ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും താഴെ കാണാം യുഎസ് മാർക്കറ്റ് ഡോ കാണാം 482 പോയിൻറ്റ് ഉയർന്നു. നാസ്ഡാക്കും റാലി രേഖപ്പെടുത്തിയിരുന്നു. അത് അവിടെ ലഭ്യമല്ല. സ്ക്രീൻഷോട്ട് എടുത്തപ്പോൾ നാസ്ഡാക്ക് വിട്ടുപോയി. പക്ഷേ നാസ്ഡാക്കും റാലി രേഖപ്പെടുത്തിയിരുന്നു. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റാണ് പോസിറ്റീവായ രീതിയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ടോപ്പിൽ കാണാം ബിറ്റ്കോയിൻ 64,000 ബിറ്റ്കോയിൻ ബ്രേക്കൗട്ട് നടന്നു. ഗോൾഡും ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് $2,512 per ounce എന്ന നിലയിലാണ് നിൽക്കുന്നത്. യുഎസ് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസും വിപ്രോയിലും എല്ലാം തന്നെ വലിയ ഫോളൊന്നും ഇല്ല. ICICIയും HDFCയും എന്നാൽ റാലി രേഖപ്പെടുത്തി. റിലയൻസും GDRൽ പോസിറ്റീവായ രീതിയിൽ ക്ലോസ് നടത്തി ഇത് കാണാൻ സാധിക്കും. പൊതുവേ കാണുമ്പോൾ നമ്മുടെ മാർക്കറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തതിനു ശേഷം ജെറോം പവലിൻ്റെ ആ ഒരു സ്പീച്ച് അല്ലെങ്കിൽ റേറ്റ് കട്ട് ഉണ്ടാകുമെന്നുള്ളൊരു പ്രസ്താവന യുഎസ് മാർക്കറ്റിനെ പോസിറ്റീവായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. നിഫ്റ്റിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. 2 ദിവസം അവധി ഉണ്ടായിരുന്നു. സ്വാഭാവികമായ രീതിയിൽ മിഡിൽ ഈസ്റ്റിലൊന്നും അസഫ്റ്റോ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. മധ്യസ്ഥ ചർച്ചകളെല്ലാം തന്നെ നടത്തുന്നുണ്ട്. അപ്പോൾ മോഡിയുടെയും വിസിറ്റ് ഉക്രൈനിൽ
നടന്നപ്പോൾ അപ്പോൾ ആ ഒരു റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ആ ഒരു യുദ്ധം അപ്പോൾ ഇന്ത്യ നേരിട്ട് ഇടപെടുമെന്നുള്ള വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയാണ് ആസ് ഓഫ് നൗ പോകുന്നത്. മാർക്കറ്റ് വീണ്ടും അതിൻ്റെ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 25,000 വളരെ സമീപത്ത് എത്തി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഉള്ളത്. ഏഷ്യൻ മാർക്കറ്റിലുള്ള ജപ്പാൻ മാർക്കറ്റിലും ഈ ഒരു ആഴ്ച ഇവൻറ്റുകളിൽ എല്ലാം തന്നെ ഉണ്ട്. നമ്മൾ ഈ US മാർക്കറ്റിനെ മാത്രം നോക്കുമ്പോൾ ജപ്പാൻ മാർക്കറ്റിനെ നമ്മൾ മറന്ന് കളയരുത്. ഇന്ത്യൻ മാർക്കറ്റായിട്ട് വളരെ ഡയറക്റ്റായിട്ട് ബന്ധം ഉള്ളത് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യപ്പെടുന്നതാണ് ജപ്പാൻ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഓരോ വലിയ ഫോളോ റാലിയോ ഇന്ത്യൻ മാർക്കറ്റിനെ അത് ഡയറക്റ്റായിട്ട് തന്നെ ഇൻഫ്ലുവൻസ് നടത്തും. നമ്മൾ മുൻകാല എക്സ്പീരിയൻസ് നമുക്കുണ്ട്, നമുക്കത് അറിയാം. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. കരൂർ വൈശ്യ ബാങ്ക് RBI SBI മ്യൂച്വൽ ഫണ്ടിന് കരൂർ വൈശ്യ ബാങ്കിൽ 10% സ്റ്റേക്ക് അക്വയർ ചെയ്യാനുള്ള അപ്രൂവൽ കൊടുത്തു. വീൽസ് ഇന്ത്യ കമ്പനി ഇവർ O2 റിന്യൂവബിൾ എനർജിയിൽ 45% സ്റ്റേക്ക് അക്വയർ ചെയ്തു. JSW എനർജി കമ്പനി 250 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള വിൻഡ് പവർ പ്രൊജക്റ്റ് അദാനി ഇലക്ട്രിസിറ്റിയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. ഷ്യാം മെറ്റാലിക്സ് കമ്പനി SMEL സ്റ്റീൽ സ്ട്രക്ചറൽ കമ്പനിയിൽ 100% ഇവർ ഏറ്റെടുത്തു. ബജാജ് ഇലക്ട്രിക്കൽ കമ്പനി HDFC മ്യൂച്വൽ ഫണ്ട് കമ്പനി ബജാജ് ഇലക്ട്രിക്കൽസിൻ്റെ HDFC മ്യൂച്വൽ ഫണ്ടിൻ്റെ നിക്ഷേപം ഉയർത്തുകയാണെന്നുള്ള ന്യൂസ്. വർദ്ധമാൻ ടെക്സ്റ്റൈൽസ് കമ്പനി 300 കോടി രൂപയുടെ ഓർഡർ കിട്ടി. IDFC കമ്പനി അവർ 203 കോടി രൂപയുടെ ഇൻകം ടാക്സിൻ്റെ റീഫണ്ട് ഇവർക്ക് ലഭിച്ചു. ലെമൺ ട്രീ ഹോട്ടൽ സൂറത്ത് ഗുജറാത്തിൽ 3 ഹോട്ടൽ ഇവർ അക്വയർ ചെയ്തു. KEC ഇൻ്റർനാഷണൽ കമ്പനിക്ക് 1079 കോടി രൂപയുടെ ഓർഡർ കിട്ടി. JPT ഇൻഫ്ര കമ്പനിക്ക് 12 കോടി രൂപയുടെ ഒരു ഓർഡർ കിട്ടി. ടാറ്റ പവർ കമ്പനി ICICI ബാങ്കായിട്ട് പുതിയൊരു ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. ജിയോ ഫിനാൻസ് കമ്പനിക്ക് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ് 49% ഉയർത്താനായിട്ടുള്ള RBIയുടെ അപ്രൂവൽ ലഭിച്ചു. അശോക് ബിൽഡ്കോൺ കമ്പനി ഇവർക്ക് 478 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചായിട്ടുള്ള ന്യൂസ്. അലംഫിക് ഫാർമ കമ്പനിക്ക് ഇവരുടെ പുതിയ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചതായിട്ടുള്ള ന്യൂസാണ് ആസ് ഓഫ് നൗ നമുക്ക് ഉള്ളത്. ഇനി നമുക്കൊരു നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റിൽ നമ്മൾ സ്വാഭാവികമായ രീതിയിൽ IPO കൂടാതെ തന്നെ ഡിവിഡൻഡ് അങ്ങനെയുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ഗ്ലോബൽ ഈവൻറ്റ് ബ്രേക്കൗട്ട് സ്റ്റോക്കുകൾ എന്ന് വെച്ചാൽ ഈ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ OI ചേഞ്ച് വന്നിട്ടുള്ള സ്റ്റോക്കുകൾ ഇതെല്ലാം തന്നെ നമ്മളവിടെ മെൻഷൻ ചെയ്യാറുണ്ട്. അത് നിങ്ങളുടെ ട്രേഡിന് ഡയറക്റ്റ്ലി അല്ലെങ്കിൽ കൂടിയും ഇൻഡയറക്റ്റ്ലി യൂസ്ഫുൾ ആവാൻ സാധ്യതയുള്ള ഇൻഫർമേഷൻസ് ആണ്. അത് ചെക്ക് ചെയ്യുക. അപ്പോൾ ട്രേഡ് ബഡ്ഡി ടാബിൻ്റെ ലിങ്കും നമ്മുടെ ടെലഗ്രാം ചാനലിലെ ലിങ്കും ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്യുക. എല്ലാവർക്കും നാളെ രാവിലെ ഏതൊക്കെ വിശദമായിട്ടുള്ള പ്രീ മാർക്കറ്റായിട്ട് കാണാം. താങ്ക് യു ഓൾ.